പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ പ്രതിഷ്ഠിക്കപ്പെട്ട ദിനത്തിൽ ഇന്ന് നമ്മൾ വലിയ സഭയിലെ ഒരു വലിയ മിസ്റ്റിക്കാണ് ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ. ഈ വലിയ സഭയിലെ വലിയ വിശുദ്ധരെ ചില അടിസ്ഥാന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ചില പ്രബോധനങ്ങൾ നൽകുന്നുണ്ട്. അമ്മ ത്രേസ്യ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന ഒരു വിചിന്തനം വളരെ ചിന്തോദീപകമാണ്. അമ്മ ത്രേസ്യ പറയുന്നത് എങ്ങനെയാണ്? പ്രാർത്ഥന എന്ന് പറയുന്നത് കൂടുതൽ കൂടുതൽ ചിന്തിക്കുന്നതല്ല, കൂടുതൽ കൂടുതൽ സ്നേഹിക്കുന്നതാണ്. എന്താണ് കൂടുതൽ കൂടുതൽ ചിന്തയുടെ മേഖല എന്ന് പറയുന്നത്? അതായത് സിനോപ്റ്റിക് ഗോസ്പലിൽ ജീസസ് എന്നത് ഇത്ര തവണ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അതുണ്ട്, അത് സ്റ്റഡി വളരെ ആവശ്യമാണ്. പക്ഷേ പ്രാർത്ഥന എന്ന് പറയുന്നത്, ദൈവമേ നീ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു ഈശോയെ, എനിക്ക് എത്ര ബലഹീനതകളുണ്ട്, എത്രയോ തവണ ഞാൻ നിസ്സീമമായിട്ട് വീഴുന്നു, എന്നാലും ഈശോയെ നീ എത്രമാത്രം എന്നെ മാനിക്കുന്നു, മറ്റുള്ളവരുടെ ശരിക്കും അവരിൽ നിന്നൊക്കെ എന്നെ മറച്ച് നീ പിടിക്കുന്നുണ്ടല്ലോ കർത്താവേ, ആയിരമായിരം. ഈ ഒരു സ്നേഹത്തിൻ്റെ വികാരമാണ്, കൂടുതൽ കൂടുതൽ സ്നേഹിക്കുന്നതാണ് പ്രാർത്ഥന. അതാണ് നമ്മളിങ്ങനെ പാടാറില്ലേ, സ്നേഹിക്കുന്നു ഞാൻ, സ്നേഹിക്കുന്നു ഞാൻ, എല്ലാരേക്കാളും നിന്നെ ഞാൻ, മർത്യസ്നേഹം വേണ്ട, ലോകസ്നേഹം വേണ്ട, നിന്റെ സ്നേഹം മതി എനിക്ക്, മർത്യസ്നേഹം വേണ്ട, ലോകസ്നേഹം വേണ്ട, നിന്റെ സ്നേഹം മതി എനിക്ക്. അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് കൂടുതൽ കൂടുതൽ സ്നേഹിക്കുന്നതാണ്. നമുക്ക് ദേവാലയത്തിലിരിക്കുമ്പോൾ ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു അനുഭവം നമുക്ക് ഇനിയും കണ്ടുമുട്ടിയിട്ടില്ലെങ്കിൽ, എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞാൽ മതി എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നതെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ദൈവസ്നേഹം നാം അനുഭവിച്ചിട്ടില്ല, നാം ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്നാണ് അർത്ഥം. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് കൂടുതൽ കൂടുതൽ ചിന്തിക്കുന്നതല്ല, കൂടുതൽ കൂടുതൽ സ്നേഹിക്കുന്നതാണ്. ഇതാരാ പറയുന്നത്? സഭയിലെ വലിയൊരു വിശുദ്ധയായ വിശുദ്ധ അമ്മ ത്രേസ്യ. പ്രൈസ് ദി ലോർഡ്. ദൈവമേ ഇത്തരത്തിൽ സ്നേഹിക്കാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.